എന്നാ പിന്നെ സമ്മതിക്കായിരുന്നില്ലേ? നമ്മുടെ കമ്പനിയല്ലേ? അതിനെന്തെങ്കിലും പറ്റിയാ നമ്മുടെ കുടുംബത്തെ അല്ലേ അത് ബാധിക്കാം? അത്തരത്തിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഇപ്പൊ അതല്ല എന്റെ പ്രശ്നം. ഒന്നും ആലോചിക്കാനില്ല. കമ്പനിയുടെ ചുമതല സാർ ഏറ്റെടുക്കണം. കമ്പനി രക്ഷപ്പെടട്ടെ. ഞാൻ പറഞ്ഞില്ലേ, അതല്ല ഞാനിപ്പോ ആലോചിക്കുന്നത്. പിന്നെ ഞാൻ എന്റെ ഭാര്യയെ വലിയ പാട്ടുകാരിയാക്കുമെന്ന് അമ്മയുടെ മുമ്പില് അന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് വെല്ലുവിളിച്ചിട്ട് വന്നതാ. അതെങ്ങനെ സാധിക്കുമെന്നാ എന്റെ ആലോചന. ഇത്രയും വലിയ പ്രശ്നത്തിനിടയിൽ അതാണോ വലിയ കാര്യം? എനിക്കിപ്പോ വലിയ കാര്യം അത് തന്നെയാ. അറിയാം, സാറിന് എന്നോടുള്ള സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പൊ നമ്മുടെ കുടുംബത്തിനൊരു പ്രശ്നം വരുമ്പോ ആദ്യം അതിനൊരു പരിഹാരം കാണുകയല്ലേ വേണ്ടത്? എന്തായാലും അമ്മ തന്നെ അംഗീകരിക്കാത്ത ഈ അവസ്ഥയില് കമ്പനി ചുമതല ഞാൻ ഏൽക്കില്ല. അത് താനൊന്നും പറയണ്ട. ഞാനിപ്പോ ആലോചിക്കുന്നത് ഇപ്പൊ നമുക്കുള്ളതിനേക്കാൾ നല്ലൊരു ബിസിനസ് അത് എങ്ങനെ ആരംഭിക്കാന്നാ. നമ്മൾ എന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചാൽ പറ്റില്ല. എനിക്ക് എന്റെ അമ്മയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം. അതിന് കുറെ കൂടി മെച്ചപ്പെട്ടൊരു ബിസിനസ് കൂടിയേ തീരൂ. അതിനെന്താ വഴി? അത് കണ്ടെത്തണം. എന്നും ഇങ്ങനെ ഐശ്വര്യയുടെ അമ്മയുടെ അപമാനം സഹിച്ച് കഴിയാൻ പറ്റില്ല. നമുക്ക് നല്ലൊരു ജീവിതം വേണം. അത് ഞാൻ നേടും, ഉറപ്പായിട്ട് നേടും. ശ്യാമേ, ഒന്ന് വന്നേ. നമസ്കാരം. നമസ്കാരം സാർ. സാറ്, ശ്യാമ വാങ്ങാനുള്ള അവാർഡ് ഇന്ന് വിസ്മയ വാങ്ങുക അല്ലേ? അഖിൽ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാ വിസ്മയുടെ അമ്മയുടെയും ചതി ഞാൻ മനസ്സിലാക്കിയത്. എന്തുകൊണ്ടും ശ്യാമയ്ക്ക് അർഹതപ്പെട്ട അവാർഡാ കൈവിട്ട് കളഞ്ഞത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞ് ശ്യാമയെ വിഷമിപ്പിക്കാനല്ല ഞാനിപ്പോ വന്നേ. മറ്റൊരു കാര്യം പറയാനാ. മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ മ്യൂസിക് റിയാലിറ്റി ഷോ ഉടനെ ആരംഭിക്കാൻ പോവുക. ഡീറ്റെയിലൊക്കെ പിന്നെ പറയാം. എന്തായാലും അതിൽ ശ്യാമ പങ്കെടുക്കണം. എനിക്ക് ഉറപ്പുണ്ട് ശ്യാമയുടെ മ്യൂസിക് കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഇത് രണ്ടാളെയും കണ്ട് നേരിട്ട് പറയാനാ ഞാൻ വന്നത്. ഞാൻ ഇങ്ങനെ വന്ന് നേരിട്ട് ഈ കാര്യം പറയണമെങ്കിൽ അതിന് അതിൻ്റെതായ ഗൗരവം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഷുവർ സർ, ശ്യാമ പങ്കെടുക്കും. അതെ സർ. സാർ എന്നോട് കാണിക്കുന്ന ഈ കാരുണ്യത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇത് കാരുണ്യമല്ല, കഴിവുള്ളൊരു ഗായികയ്ക്കുള്ള പ്രോത്സാഹനമാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി സർ. ആ ശരി. ജി.കെ. സാർ പറഞ്ഞു കേട്ടില്ലേ, ശ്യാമയുടെ സംഗീത ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകും ഈ ഷോ എന്ന്. കൃഷ്ണ, വിസ്മയുടെ നമ്പറാ. എടുത്ത് സ്പീക്കറിലിട്ടെ. അത് എടുക്കുന്നേ. ഹലോ, നീ റെഡിയായില്ലേ? ഞാനിവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുക. എന്താ? ഓ, അതിന്റെ ഇടയ്ക്ക് നീ മറന്നുപോയോ? ഇന്ന് അവാർഡ് ഫംഗ്ഷനാ.
ഞാൻ ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്ന ദിവസം. ആ സന്തോഷ നിമിഷത്തിൽ നീയും നിന്റെ അഖിലും ഉണ്ടാവണം ഓഡിയൻസിനിടയില്. അവാർഡ് ഏറ്റുവാങ്ങുന്ന എനിക്ക് കൈയടിക്കാം. അതെന്റെ വലിയൊരാഗ്രഹം. അതിന് നിന്നെയും നിന്റെ പച്ചക്കറി കടക്കാരൻ ഭർത്താവിനെയും ക്ഷണിക്കാനാ ഞാൻ ഇപ്പൊ വിളിച്ചത്. അവൻ എന്താ അന്ന് പബ്ലിക് പ്ലേസിൽ വെച്ച് എന്നെ വിളിച്ചു പറഞ്ഞത്? ഞാൻ ശ്യാമയുടെ മ്യൂസിക് ട്യൂഷന് ചേർന്ന് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കണമെന്നല്ലേ? എന്നാലേ ഞാൻ അവാർഡ് മേടിക്കുന്നത് അവനും കാണണം. കൺകുളിർക്കെ കാണണം. ഞാൻ വരും, ഉറപ്പായിട്ട് ഞാൻ വരും. ഏ, നീ എങ്ങനെ? എല്ലാം ഞാനും കേൾക്കുന്നുണ്ട്. ഞാൻ വരും. അവാർഡ് ഫംഗ്ഷന് ശ്യാമയോടൊപ്പം ഞാനും വരും. നീ പറഞ്ഞ വാക്ക് മാറ്റില്ലെന്ന് എനിക്കറിയാം. ഞാനും ശ്യാമയും ഫംഗ്ഷന് എത്തുമെന്ന് പറഞ്ഞ എത്തിയിരിക്കും. ശരി, ഓക്കെ, നമുക്ക് അവിടെ വെച്ച് കാണാം. ആ, കാണാം. എന്ത് അബദ്ധാ സാർ ഈ പറഞ്ഞേ? വിസ്മയ അവാർഡ് വാങ്ങുന്ന കാണാൻ നമ്മൾ രണ്ടാളും ഉണ്ടാവുന്നോ? എന്തിനാ അവരോട് അങ്ങനെ വാക്ക് പറഞ്ഞേ? നമുക്ക് പോണം. പോവാനോ? വിസ്മയ അവാർഡ് വാങ്ങുന്ന കാണാനോ? അത് നടക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. മനസ്സിലായില്ല. എന്തോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. ആരോ എന്റെ മനസ്സിലിരുന്ന് പറയുന്ന പോലെ ആ ഫംഗ്ഷന് പങ്കെടുക്കണമെന്ന്. ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വാക്കുകൊടുത്ത് പോയില്ലേ, പോവാം. അപ്പൊ സാറ് തീരുമാനിച്ചോ? അതെ, നമുക്ക് ആ ഫംഗ്ഷന് പോണം. ഉറപ്പായും പോണം. ആ, ചാമ റെഡി ആയിക്കോ. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയി വരാം. കൃഷ്ണ, എന്തൊരു പരീക്ഷണായത്! വിസ്മയത്തി, നമസ്കാരം മാഡം. വെൽക്കം മാഡം. താങ്ക് യു. മാഡം അകത്തേക്ക് പോവാം. വരൂ. ഒരു മിനിറ്റ്, ഇതൊന്ന് പിടിക്കും. ഓക്കെ മാഡം. അപ്പൊ നീ വന്നു. നീ പേടിച്ചു വരില്ലെന്നാ ഞാൻ കരുതിയത്. വന്നത് എന്തായാലും നന്നായി. ഞാൻ അവാർഡ് വാങ്ങുന്ന രംഗം നിനക്ക് ലൈവായിട്ട് തന്നെ കാണാലോ. എന്താന്ന് പറഞ്ഞത്? ഞാൻ ഇവളുടെ ഈ ശ്യാമയുടെ അടുത്ത് പാട്ട് പഠിക്കാൻ ചെല്ലണോന്നല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇവൾക്ക് ദൈവം പാട്ട് പാടാനുള്ള കഴിവ് കൊടുത്തിട്ടും അതിൽ യാതൊരു കാര്യമില്ലെന്ന്. ബുദ്ധി, പ്രായോഗിക ബുദ്ധി, അതാണ് പ്രധാനം. എനിക്കും എന്റെ മമ്മിക്കും ആവശ്യത്തിലേറെ ഉള്ളതും നിനക്കും നിന്റെ ഭർത്താവിനും ഇല്ലാതെ പോയതും ആ ബുദ്ധിയാ. പാടാൻ അറിയാത്ത വിസ്മയ ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള സമ്മാനം, അതും നിറഞ്ഞ സദസ്സിൽ വെച്ച് വാങ്ങുക. വന്ന് രണ്ടാളും കൺകുളിർക്കെ കാണ്. എന്തായാലും രണ്ടാളും ഇവിടം വരെ വന്ന് കഷ്ടപ്പെട്ടതല്ലേ? സൗജന്യം എന്ന നിലയിലും ഞാനൊരു ഓഫർ തരാം.
അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞാലേ ഇവിടെ അവരൊരു ഗംഭീര ഡിന്നർ എനിക്കായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി നീയും കുറെ കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാ രണ്ടാളും മൂക്കുമുട്ടെ തട്ടിയിട്ട് പോയിക്കോ. ഞാനിവരോട് റെക്കമെൻഡ് ചെയ്യാം. എന്താ? ഞാൻ അവാർഡ് വാങ്ങുന്നതേ രണ്ടാളും കൺകുളിർക്കെ തന്നെ കാണണം കേട്ടോ. അപ്പൊ ഓക്കെ. സാറ് നിർബന്ധിച്ചിട്ടാ ഞാൻ വന്നേ. കേട്ടില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ വരേണ്ടിയിരുന്നില്ല എന്ന്? അത് സാർ എന്താ പറയാൻ വന്നേ? സാർ എന്താ പറയാൻ ഒരുങ്ങേ? എന്താ? അല്ല, നമ്മളിവിടെ വന്നത് തെറ്റായി പോയെന്നാ ഞാൻ പറഞ്ഞേ. അല്ല, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പോ എന്റെ തോന്നൽ വെറുതെ ആയില്ല. നീയും ശ്യാമയും അവാർഡ് ഫംഗ്ഷന് പൊയ്ക്കോന്ന് എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെയാ അപ്പൊ എനിക്ക് തോന്നിയത്. അതാ ഞാൻ വരാന്ന് പറഞ്ഞ. അത് വെറും തോന്നലായിരുന്നില്ല. എന്തൊക്കെയാ സാർ ഈ പറയുന്നേ? അത് ദേ ശ്യാമ, ദേ അങ്ങോട്ട് നോക്കി. അവിടെ കണ്ണൻ. എവിടെ എവിടെ കണ്ണൻ? അല്ല, അവിടെ കണ്ണൻ ഉണ്ടായിരുന്നു. കണ്ണനോ? ആ അതെ, അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. സർ, അവിടെ ആരും ഇല്ലല്ലോ. എന്തൊക്കെയാ പറയുന്നേ? എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. സർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം താമസിയാതെ തനിക്ക് മനസ്സിലാവും. തമ്പ സർ എന്താ ഇതൊക്കെ? കണ്ണന്റെ മായകൾ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വാ. നമസ്കാരം. നമസ്കാരം. വരൂ മാഡം, വരൂ. അപ്പോ ഞാൻ നമ്മുടെ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ ഏറ്റവും പ്രധാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പ്രശസ്ത ഗായിക വിസ്മയയ്ക്ക് അവാർഡ് നൽകി ആദരിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി നമ്മളെല്ലാം വിസ്മയത്തോടെ ആരാധനയോടെ കേട്ടിരുന്നു പോകുന്ന ആ മനോഹര ശബ്ദത്തിനുടമ നമ്മുടെ പ്രിയപ്പെട്ട ഗായികയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഈ അവാർഡ് വിസ്മയയ്ക്ക് നൽകുന്നതിനായി നമ്മുടെ ആരാധ്യയായ വസുന്ധര മേഡത്തെയും ക്ഷണിച്ചുകൊള്ളൂ. അവാർഡ് കൊടുക്കാൻ വരട്ടെ. അതിനു മുമ്പ് വിസ്മയുടെ ഹിറ്റ് പാട്ട് ഞങ്ങൾക്ക് കേൾക്കണം. ശരിയാ, വിസ്മയ പാടട്ടെ. വിസ്മയുടെ പാട്ട് കേട്ടിട്ട് മതി അവാർഡ്. ആ പാട്ട് കേൾക്കാനാ ഞങ്ങൾ വന്നത്. അത് മതി. അത് മതി, പാട്ട് കേൾക്കട്ടെ. വിസ്മയ പാടൂ. അതെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ശരിയാണ്. നമ്മുടെ പ്രിയ ഗായിക നമുക്ക് വേണ്ടി പാടുന്നു. മാഡം, വിസ്മയമോള് പാട്. ഞാനും വിസ്മയുടെ പാട്ട് കേൾക്കാൻ കൂടിയാ ഈ ഫംഗ്ഷന് വന്നേ. മോള് ചെല്ല്. വിസ്മയ പാടിക്കോളൂ. അല്ല, അത് എന്തു പറ്റി? എനിക്ക് ശബ്ദം കുറച്ച് പ്രശ്ന. ഏയ്, അത് കാര്യാക്കണ്ട. ഇവിടെ അവാർഡിന് പരിഗണിച്ച ആ പാട്ടില്ലേ, അത് മതി. ഇപ്പൊ ഒരു പാട്ടും പാടാൻ പറ്റാത്ത അവസ്ഥയിലാ ഞാൻ. അതെന്താ? എന്റെ ശബ്ദം പോയി. ശബ്ദം പോയെന്നോ? ഇപ്പൊ വിസ്മയം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അത് എന്റെ മമ്മി ഒപ്പം ഇല്ലല്ലോ. മമ്മി ഉണ്ടെങ്കിലേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അല്ല, അരുന്ധതി എന്താ വരാഞ്ഞേ? മമ്മി ചെന്നൈ പോയിരിക്ക. വിസ്മയ, എല്ലാവരും വിസ്മയുടെ പാട്ട് കേൾക്കാൻ വെയിറ്റ് ചെയ്യണം. പാടിയില്ലെങ്കിൽ പ്രശ്നമാവും. എന്റെ ഈശ്വര, ഇനി എങ്ങനെ എവിടുന്ന് രക്ഷപ്പെടുക? ആ, ഒരു വഴിയുണ്ട്. എനിക്ക് തല ഇറങ്ങുന്ന പോലെ. അയ്യോ, ഇതാ വിസ്മയ. എന്താ മോളെ? എനിക്ക് വയ്യ. അയ്യോ, പിടിച്ചേ. അയ്യോ വിസ്മയ, അങ്ങോട്ട് എത്ത. ഇത് അങ്ങോട്ട് ആ കസേരയിലെടുത്ത്, ആ കസേര. ഈ വിസ്മയ എന്താ ഇങ്ങനെ? പാട്ട് പാടുന്ന കാര്യം വരുമ്പോ ഇങ്ങനെ പെരുമാറുന്നത് എന്താ? അവാർഡിന് അർഹമായ പാട്ട് ശ്യാമ പാടട്ടെ.
അവാർഡിന് അർഹമായ പാട്ട് ശ്യാമ പാടട്ടെ. ആരാ ശ്യാമ? ഇതിൽ ശ്യാമ ആരാ? ശ്യാമ ആരാ? പ്ലീസ് എഴുന്നേൽക്ക്. ചമ എഴുന്നേക്ക് ചമേ. ചമ എഴുന്നേക്ക്. ചെല്ല്. ശ്യാമ വന്നോ? ഓ